ഇഫ്താർ ടൈമിലും 4 മണിക്കുമൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഈ ക്രിസ്പി ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിമോദകമാണ്. അപ്പോൾ അരിമോദകം ചേർത്ത് കൊടുക്കുന്ന നമുക്ക് ഗ്യാസ് നെഞ്ചരിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാവിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം എടുക്കാം. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്ത ശേഷം നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കി വെച്ചാൽ കുറേ സ്നാക്സ് നമുക്ക് ഇതുകൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കുമ്പം കുറച്ച് കൂടുതൽ തയ്യാറാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് അടുത്ത ദിവസത്തേക്കും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 4 പുഴുങ്ങിയ പൊട്ടറ്റോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം വെച്ചും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ടകളില്ലാതെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ചിക്കനിൽ കുറച്ച് കുരുമുളക് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഇപ്പോൾ ചേർത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല ആണ്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ചിക്കനിലും ഉരുളക്കിഴങ്ങിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാണ് ബാക്കി നമ്മളിതുപോലെ കുഴച്ചെടുക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് കട്ടകളില്ലാതെ ഇതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് ക്ലീൻ ചെയ്ത കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. മൈദ ഇതുപോലെ 2 സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ചപ്പാത്തി കനത്തിൽ പരത്തിയെടുക്കണം. ഈ ഒരു ഷേപ്പിലും ഈ ഒരു കനത്തിലും വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് എങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കണം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് കനം കുറച്ച് ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പം മാവിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് വിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഫില്ലിങ് ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം സെൻറ്ററിലുള്ള ആ ഒരു ബൗള് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മൾ മാവിൻ്റെ 2 സൈഡിൽ നിന്നും വിട്ട് നിൽക്കുന്ന രീതിയിലാണ് നടുക്കായിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു അളവിലും തയ്യാറാക്കാം. ഇല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുത്തും തയ്യാറാക്കാം. തീരെ ചെറുതായിട്ടിരിക്കുവാണെങ്കിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനിവിടെ ഇതേ രീതിയിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ മൈദാമാവ് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്ത് ഇതുപോലൊന്ന് തേച്ച് കൊടുത്ത ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് റോൾ ചെയ്ത് കിട്ടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സുമാണ്. അതുമാത്രമല്ല നല്ല ക്രിസ്പിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് നോയമ്പ് ടൈമിലൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിവിടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഓയിൽ വെച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ വളരെ ചെറിയ സൈസിൽ നമ്മൾ എടുത്തിരിക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും. അധിക സമയമൊന്നും ഓയിലിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. അങ്ങനൊരു പ്രത്യേകതയും കൂടെ ഈ ഒരു റെസിപ്പിക്കുണ്ട്. അയമോദകം ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തുമില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഇഫ്താറിന് ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.